സ്വന്തം ചെയർമാനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി കേരള കോൺഗ്രസ് എം. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തനെയാണ് UDF സ്വതന്ത്രൻ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് കേരള കോൺഗ്രസ് എം പുറത്താക്കിയത്. മുൻ ധാരണപ്രകാരം രാജിവെക്കാത്തതിനാലാണ് പാർട്ടി നടപടി. എതിർപക്ഷം കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെ സ്വന്തം പക്ഷത്തെ ചെയർമാനെ പുറത്താക്കുകയെന്ന അപൂർവതയാണ് പാലായിൽ നടന്നത്. അവിശ്വാസം കൊണ്ടുവന്ന UDF ചർച്ചയിൽ നിന്നും വിട്ടുനിന്നു. എന്നാൽ ഭരണപക്ഷത്തെ 14 പേർ വോട്ട് ചെയ്തതോടെ പ്രമേയം പാസായി. CPM പുറത്താക്കിയ കൗൺസിലർ ബിനു പുളിക്കക്കണ്ടം, ബിനുവിനൊപ്പം നിൽക്കുന്ന ഷീബ ജിയോ, ഷാജു വി തുരുത്തൻ എന്നിവർ വോട്ടിങ്ങിന് എത്തിയില്ല. ഷാജു വി തുരുത്തൻ ആശുപത്രിയിൽ ആയതിനാലാണ് എത്താതിരുന്നത്. പാലാ നഗരസഭയിൽ തുടർന്നുവരുന്ന നാടകീയ സംഭവങ്ങളിൽ അവസാനത്തേതായിരുന്നു ഇന്ന് നടന്ന അവിശ്വാസ വോട്ടെടുപ്പ്. ഫെബ്രുവരി 2-ന് രാജിവെക്കേണ്ട ചെയർമാൻ ഷാജു വി തുരുത്തൻ മുൻ ധാരണ ലംഘിച്ച് തൽസ്ഥാനത്ത് തുടർന്നതോടെയാണ് ഭരണമുന്നണിയിൽ അസ്വസ്ഥതകൾ ഉയർന്നത്. അവസരം മുതലെടുത്ത് സ്വതന്ത്ര കൗൺസിലർ ജിമ്മി ജോസഫ് കൊണ്ടുവന്ന അവിശ്വാസത്തിൽ UDF അംഗങ്ങളും പിന്തുണച്ചു, കത്ത് നൽകി. അവിശ്വാസത്തെ ഭരണമുന്നണി പിന്തുണയ്ക്കാത്ത പക്ഷം മറ്റൊരു അവിശ്വാസത്തിന് സമയമില്ല എന്നുള്ള അവസരം കണ്ടായിരുന്നു നീക്കം. തനിക്ക് 2 വർഷം അവകാശപ്പെട്ടതാണെന്നും ചിലർ ചതിച്ചാണ് 1 വർഷമാക്കിയതെന്നും അവിശ്വാസം പരാജയപ്പെടുത്തിയ ശേഷം രാജിവെക്കാമെന്നും ഷാജു തുറന്നടിച്ചതോടെ രാജി ചോദ്യചിഹ്നമായി. പാർട്ടി നേതൃത്വം പലതവണ ശ്രമിച്ചെങ്കിലും തൽക്കാലം രാജിയില്ലെന്ന നിലപാടിൽ ഷാജു വി തുരുത്തൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. അവിശ്വാസ ചർച്ചയ്ക്ക് തലേന്ന് ആശുപത്രിയിൽ ഷാജു തുരുത്തൻ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഷാജുവിനെ പുറത്താക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാത്ത സ്ഥിതിയിലേക്ക് LDF മാറിയതോടെ UDFന്റെ കളം മാറി. രാവിലെ MLAക്കൊപ്പം യോഗം ചേർന്ന് അവിശ്വാസത്തിൽ ഒപ്പിടേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഇതോടെ UDF അവിശ്വാസത്തെ പിന്തുണയ്ക്കുന്ന സാഹചര്യം മാറി സ്വന്തം ചെയർമാനെ ഭരണപക്ഷം തന്നെ പുറത്താക്കുന്ന നില വന്നു. എന്നാൽ മറ്റ് സാധ്യതയില്ലാത്തതിനാൽ 14 വോട്ടിന് അവിശ്വാസം പാസ്സാവുകയും ചെയ്തു. ആശുപത്രിയിലായ ഷാജു വി തുരുത്തനും CPM അംഗവും ഷീബായും CPM പുറത്താക്കിയ ബിനു പുളിക്കക്കണ്ടവും ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. ഷാജു തുരുത്തനെ പുറത്താക്കിയതിൽ സന്തോഷമില്ലെന്നും എന്നാൽ LDF ഒറ്റക്കെട്ടാണെന്നും പാർലമെന്ററി പാർട്ടി ലീഡർ ആന്റോ ജോസ് പടിഞ്ഞാറേക്കര പറഞ്ഞു. പാർട്ടിക്ക് മുകളിൽ ആരുമില്ല. തങ്ങളുടെ ചെയർമാനെ ഹൈജാക്ക് ചെയ്യാൻ UDF ശ്രമിച്ചു. പ്രതിപക്ഷത്തിന്റെ തന്ത്രം പൊളിച്ചതായി മണ്ഡലം പ്രസിഡന്റ് ബിജു പാലുപടവനും പറഞ്ഞു. ഇന്ന് നഗരസഭയിൽ ഷാജു തുരുത്തിനെതിരെയുള്ള അവിശ്വാസം പാസ്സായിരിക്കുകയാണ്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ ഷാജു തുരുത്തിന് ചെയർമാൻ സ്ഥാനത്ത് പോയതിൽ ഞങ്ങൾക്ക് ഒരു സന്തോഷമില്ല. ഞങ്ങൾക്ക് ദുഃഖനാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇതിനകത്തൊരു വലിയ സന്തോഷമുണ്ട്. കാരണം പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരു നാടകം കളി ഞങ്ങൾക്ക് പൊളിക്കാൻ പറ്റിയിരുന്നു. LDFിലെ ഐക്യം നിലനിർത്താൻ പറ്റിയെന്നാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ വിശ്വാസം. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ കാപട്യം ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലൊരു കാപട്യം നടന്നു കാണിക്കും. കാരണം അവിശ്വാസത്തിന് ഒപ്പിട്ട 9 പേരും ഇന്ന് അദ്ദേഹത്തോട് അവിശ്വാസമില്ല, വിശ്വാസമെന്ന് പറയുന്നത് അത് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് പ്രതിപക്ഷത്തിൻ്റെ ഒരു അപജയമാണ്, LDFിൻ്റെ ഒരു വിജയമാണ്. കാരണം ഞാൻ ഈ അവിശ്വാസത്തെ ആ രീതിയിലാണ് കാണുന്നത്. LDFിൻ്റെ ഒരു കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും ഒരു വിജയമാണ്. ഷാജു വി തുരുത്തനെ തീർച്ചയായിട്ടും ഞങ്ങളുടെ മുതിർന്ന നേതാവാണ്, സീനിയർ കൗൺസിലറാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സഹകരിച്ചതിനെ ഇനി പ്രവർത്തിക്കുകയുള്ളൂ. യാതൊരു സംശയവും വേണ്ട. അദ്ദേഹത്തെ ചില ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചു, പക്ഷേ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടായെന്ന് എനിക്കറിയാം. കാരണം ഞാൻ മനസ്സിലാക്കുന്നു, 1 മാസം മുമ്പ് ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത ആള് 2 മാസം മുമ്പ് പറയുകയുണ്ടായി, ഞങ്ങൾ ഷാജു വി തുരുത്തിനെ ഈ നിങ്ങളുടെ കരാർ പ്രകാരം ഇവിടുന്ന് മാറ്റിയതാണ് അദ്ദേഹം പറയുകയുണ്ടായി. അതിന് കാരണം അത് നേരത്തെ തന്നെ പ്രീ പ്ലാൻഡായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിന് സൂചിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവിശ്വാസം കൊടുക്കും. 9 പേരെ ഉള്ളെന്ന് നമുക്കറിയാം, പാസ്സാകിയല്ല. അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റിയല്ല, വീണ്ടും അദ്ദേഹത്തെ ഇരുത്തും. അങ്ങനെ ഞങ്ങളുടെ മുന്നണിക്കകത്ത് ഒരു പ്രശ്നമുണ്ടാക്കി ഞങ്ങളുടെ മുന്നണിയെ ഭിന്നിപ്പിക്കുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് യാഥാർത്ഥ്യമെന്ന് തെളിഞ്ഞിരിക്കുന്നു, സത്യം തെളിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഞങ്ങൾക്ക് ഷാജു വി തുരുത്തനെ ചെയർമാൻ സ്ഥാനത്ത് പോയതിൽ ഞങ്ങൾക്ക് ഉള്ള വിഷമം ഉണ്ട്. എങ്കിലും ഞങ്ങൾക്കിത് ഒരു LDFിൻ്റെ വിജയമായിട്ട് ഞങ്ങൾ തന്നെ ഇതിനെ കാണുക. i4A ന്യൂസ്, പാലാ.